നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സ്വപ്നത്തിൽ ആശയവിനിമയം സാധ്യമാണ്. ലൂസിഡ് ഡ്രീം. സ്വപ്നത്തിലൂടെ രണ്ടാളുകൾ തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കാൻ കഴിയുമെന്നത് വിശ്വസിക്കാൻ പറ്റുമോ? കാലിഫോർണിയയിലെ റെം സ്പേസിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഇത്തരമൊരു കൗതുകമുണർത്തുന്ന ചോദ്യവും അതിനുള്ള ഉത്തരവുമായി എത്തുന്നത്. ഇക്കാലം വരെ സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്ന ഈയൊരു ചിന്തയെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇവർ. ലൂസിഡ് ഡ്രീമിലൂടെ രണ്ടുപേർക്ക് പരസ്പരം ആശയവിനിമയം നടത്തുവാൻ സാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തിക്ക് ഉറക്കത്തിലും പകുതി ബോധമുണ്ടായിരിക്കുന്ന സമയത്തും കാണുന്ന സ്വപ്നങ്ങളാണ് ലൂസിഡ് ഡ്രീംസ്. ഉറക്കത്തിനും ഉണർന്നിരിക്കുന്നതിനും ഇടയിലുള്ള സമയം. ചില ഘട്ടങ്ങളിൽ ലൂസിഡ് ഡ്രീം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഉറക്കത്തിൻ്റെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണുവാൻ സാധ്യതയുള്ളത്. ഈ സമയത്തെ സ്വപ്നം നമുക്ക് വളരെ വ്യക്തവും ഓർമ്മയും ഉള്ളതായിരിക്കും. ലൂസിഡ് ഡ്രീം പരീക്ഷണത്തിൽ പങ്കെടുത്തവർ പറയുന്നു, സ്വപ്നം നമുക്ക് നിയന്ത്രിക്കാൻ വരെ കഴിയുന്നു. ആദ്യത്തെ വ്യക്തി വ്യക്തമായ ഒരു സ്വപ്നം കാണുവാൻ തുടങ്ങിയപ്പോൾ മസ്തിഷ്ക പ്രവർത്തനത്തിലെ മാറ്റം സിസ്റ്റം ശ്രദ്ധിക്കുകയും റെമിയോ എന്ന പ്രത്യേക ഭാഷയിൽ ക്രമരഹിതമായ ഒരു വാക്ക് അയക്കുകയും ചെയ്തു. ആൾ ഉറങ്ങുമ്പോൾ ഇയർബഡിലൂടെ സിലാക്ക് എന്ന വാക്ക് പ്ലേ ചെയ്തു. സ്വപ്നത്തിൽ ആ വ്യക്തിക്ക് വാക്ക് കേൾക്കുകയും അത് ഉച്ചത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. സെൻസറുകൾ റെക്കോർഡ് ചെയ്ത സിസ്റ്റത്തിലേക്ക് തിരികെ അയക്കുന്നത് വഴി വാക്കുകൾ രേഖപ്പെടുത്തുവാൻ കഴിയുന്നു. താമസിയാതെ രണ്ടാമത്തെ വ്യക്തിയും വ്യക്തമായ സ്വപ്നം കാണുവാൻ ആരംഭിച്ചു. സിസ്റ്റം ഇത് കണ്ടെത്തുകയും അവളുടെ ഇയർബഡിലൂടെ സിലാക്ക് എന്ന അതേ വാക്ക് അയക്കുകയും ചെയ്തു. അവളും ആ വാക്ക് സ്വപ്നത്തിൽ കേട്ട് ഉറക്കെ ആവർത്തിച്ചു. ഉറക്കമുണർന്നപ്പോൾ അവൾ കേട്ട വാക്ക് സിലാക്കാണെന്ന് ഉറപ്പിച്ചു. ആദ്യമായിട്ടായിരുന്നു രണ്ടുപേർക്ക് അവരുടെ സ്വപ്നങ്ങളിൽ വിജയകരമായ ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നത്. പ്രത്യേകതരം ഉപകരണങ്ങളും ഇയർബഡുകളുമെല്ലാം ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം നടത്തിയത്. പാതി ഉറക്കത്തിലായിരുന്നവരുടെ സ്വപ്നത്തിലേക്ക് വാക്കുകൾ കടത്തിവിട്ടാണ് ആശയവിനിമയം നടക്കുമോ എന്ന് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചത്. എന്നാൽ ഈ ഗവേഷണം പൂർണ്ണമായും വിജയമാണോ എന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടില്ല. വിജയമായാൽ മനുഷ്യൻ്റെ ബോധ, ഉപബോധ, അബോധ അവസ്ഥകളെ പറ്റിയുള്ള സമഗ്രമായ പഠനത്തിന് വഴിയൊരുക്കുന്ന വിധം നിർണായകമായ കാൽവെപ്പായി മാറുന്നു. ലൂസിഡ് ഡ്രീമിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, ലൂസിഡ് ഡ്രീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്. സത്യം, ചരിത്രം, വർത്തമാനം.